സ്റ്റാർട്ടിങ് ട്രബിൾ റെഡി. ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ കൊണ്ടുപോയി പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ മുട്ടറ മുലയിലോട്ട് ഫേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇച്ചിരി മഴയുടെ ഒരു ക്ലൈമറ്റാണ്, മങ്ങിക്കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ മുട്ടട മല കയറണം ഇങ്ങനെ ഇതൊരു ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇടിയും മിന്നലൊക്കെ ഉണ്ട്, കയറണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ക്ലൈമറ്റ് നോക്കിയിട്ട് നമ്മൾ കയറുകയില്ല, നമ്മളവിടെ തീരുമാനിച്ചിട്ട് കയറുകയില്ല, നമ്മൾ കയറുമായിരിക്കും. മേ ബി കേറാം. കൊറേ നാളെ എത്ര ഒരു നമ്മള് മുട്ടറയിൽ പോയിട്ട് 2-3 ലാസ്റ്റ് 2022 നമ്മൾ റിട്ടേൺ പോയിട്ടൊന്നുമില്ലേ? കൊറോണയ്ക്ക് ശേഷം പോയിട്ടുണ്ടോ? കൊറോണയ്ക്ക് ശേഷം പോയിട്ടുണ്ടോ സംശയമാണ്. അല്ലാത്ത നമ്മളൊരു 10 റിട്ടേൺ പോയിട്ടുണ്ട്. ത്രിപിൾസ് ഒക്കെ അടിച്ചു പോയിട്ടുണ്ട്. സ്ഥിരം സ്പോട്ടായിരുന്നു. കൽച്ചിറ, മുട്ടറ. അതെ. പിന്നെ ഏതൊരു സ്ഥലത്തിന്റെ പേരുണ്ടോ, മറന്നുപോയി. തെന്മല റോഡ്. തെന്മല, തെങ്കാശി എല്ലാം പോവായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓർമ്മ പുതുക്കാം. അതെ, അപ്പൊ നമുക്ക് പോവാം. ഗൈസ്, നമ്മളെ പ്രകൃതി അനുയോജിക്കുന്നില്ല. എന്താണ് പറയാനുള്ളത്? പ്രകൃതി നമ്മളെ ചതിച്ചു. നല്ല മഴ ഓടിക്കുന്നു. ഈ മഴയത്ത് നമ്മള് മല കയറാൻ നിന്ന് കഴിഞ്ഞാ നല്ല ഇടിമിന്നലും ഉണ്ട്. ഹെഡ്ഷോട്ടില് തീരും. നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പോസ്റ്റ്പോൺ ചെയ്തൊക്കെയാണ്. അതെ. ഇതാണെങ്കിൽ ഒരു എന്തൊരു ഏരിയ, ഇതൊരു ഫോറസ്റ്റ് ഡോഗ് ഏരിയ. ഡോഗ് കാടാ, പട്ടിക്കാട്, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ നോക്കട്ടെ, ഇവിടത്തെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും. എന്താ പറയാനുള്ള അവരുടെ അടുത്തൊക്കെ? ഒന്നും പറയാനില്ല. നല്ല ഏരിയ, പ്രകൃതി മനോഹരമായ ഒരു ഏരിയ. ഓക്കെ, ഇവിടെ ഉള്ളൊരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ മഴ തീരുമോ നോക്കട്ടെ. മഴ തീരുവാണെങ്കിൽ നമുക്ക് മുട്ടറ മല കയറാം, ഇല്ലെങ്കിൽ നമുക്ക് താഴെ ഒന്ന് മല കാണിച്ചിട്ട് പോവാം അല്ലേ? രണ്ട് വേറെ ദിവസം കയറാം. അങ്ങനെ നമ്മൾ ഓടനവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഒരു ബേക്കറി കയറി എന്തെങ്കിലും കഴിക്കാൻ. അഫ്സല് ഡയറി മിൽക്കൊക്കെ എടുക്കുന്നു. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. നല്ല മഴ ഇവിടെ. അപ്പൊ നമുക്ക് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ യാത്രാ മധ്യേ ഒരു ബേക്കറി കയറി പപ്സും ജ്യൂസൊക്കെ കുടിച്ചല്ലേ. ട്രിപ്പോ നടക്കത്തില്ല, ഏതെങ്കിലും നടക്കട്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോട്ടെ. പോകുന്നവർക്ക് എങ്ങോട്ടും കയറുന്നുണ്ടോ? കടകളിലോ? ഓക്കെ. എന്നിട്ട് പിന്നെ നമ്മള് മുട്ടായി മേടിച്ചല്ലേ തിന്ന? ഡയറി മിൽക്ക് എന്തോ അത് നമ്മള് മലയുടെ മുകളിൽ പോയിട്ട് തിന്നു അല്ലേ? ഗൈസ്, മുട്ടായി കഴിക്കുന്ന നമുക്ക് ഭയങ്കര ഹൈ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിട്ടാ അല്ലേ? എന്താ പേരെന്താ നമ്മള് മേടിച്ചെന്റെ ബാർ? എന്താ, എനർജി ബാറോ? പ്രോട്ടീൻ ബാറാ. നമ്മള് പ്രോട്ടീൻ ബാറാണ് വാങ്ങിയത്. നിങ്ങൾ വിചാരിക്കും ഡയറി മിൽക്കാന്ന്, പക്ഷെ അല്ല, പ്രോട്ടീൻ ബാർ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ ഒരു പള്ളി. അങ്ങനെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണം, അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഇത് കണ്ട, ഈ വഴി കയറി പോയിട്ട് അവിടെ നമ്മൾ വണ്ടി വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി മുകളിലോട്ട് പോകുമ്പോഴാണ് മരുത്തുമല. ഇങ്ങനെ ഒരു വഴി. പക്ഷെ ഈ സത്യം പറഞ്ഞാൽ ഈ റോഡാണ് നമ്മൾ ആദ്യം വന്നോണ്ടിരുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ഫുൾ ഇരുട്ടായി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു വഴിയുണ്ട്. ഈ റോഡ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഒരു ഇരുണ്ട് മൂടിയാ, പക്ഷെ ഇതിലെ വണ്ടി കയറത്തില്ല, ബൈക്ക് കയറി പോത്തോളൂ. നമുക്ക് ഓപ്പോസിറ്റ് റോഡ് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ മുട്ടറ എത്തി. പണ്ട് ഇവിടുന്ന് നടന്നു തുടങ്ങണം സ്റ്റെപ്പ്. പക്ഷെ ഇന്ന് കണ്ടാ ഇങ്ങനെ നമുക്ക് മുകളിൽ വരെ പോകും. പക്ഷെ അവിടെ നിന്ന് നമുക്ക് നടന്നു തുടങ്ങണം. അവിടെ നടക്കണം. ഇവിടെ നിന്ന് നമുക്ക് ഈ സിറ്റി വ്യൂ കൊള്ളാം, നല്ല വ്യൂ. കണ്ട, എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. സെറ്റ് കുറെ മാറിപ്പോയി. പണ്ടിങ്ങനൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു കോറിയായിരുന്നു. ഇന്നിതാ ടോയ്ലറ്റ്,
ഇവിടെ ബദർ, ഇവിടെ എന്തൊക്കെയോ പരിപാടി. അതുണ്ടാവും വെള്ളച്ചാട്ടം പോലെ എന്തോ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ, എന്തൊക്കെയുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി ഫുള്ളൊന്ന് പരിശോധിക്കാം. കൊള്ളാം. ബദറു ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് സംഭവം. പക്ഷേ മുകളിൽ കയറണം, ടോപ്പിൽ. നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചാലേ ഇനി. ഗൈസ്, അങ്ങനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഈ സ്റ്റെപ്പ് ഇത്രയും വരെ കയറി. ഒരു കിലോമീറ്റർ ഉണ്ടാവൂലേ? ചത്തിരിക്കും. 1 കിലോമീറ്ററിന് മുകളിൽ. അതെ, ഇനി കുറെ മുകളിലോട്ടുണ്ട്. വേണ്ടായിരുന്നു. എന്തായാലും മുകളിലെത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ ഒരു അമ്പലം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇനിയും കുറച്ചുകൂടെ മുകളിലോട്ട് കയറാറുണ്ട്. പക്ഷെ ഇവിടെ കൊള്ളാം. കടൽ, എനിക്കറിയില്ല ഇതിൽ കടൽ ഇനി എങ്ങനെ കണ്ടുപിടിക്കും. പക്ഷെ അത് കണ്ട അവിടെ നിന്ന് മഞ്ഞിങ്ങനെ വരുവാ. ആ മഞ്ഞിങ്ങനെ ഫുള്ള് മൂടും. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇല്ല, ഇനിയും ടോപ്പുണ്ട്, ഇതിന് മുകളിലോട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ട് ഇവിടെ നൈസ് വ്യൂ ഉണ്ട്. അത് കൊള്ളാം. മുകളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. എന്നെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ ഇതാ മുകൾ. ഇതിൻ്റെ അപ്പുറത്ത് ഇറങ്ങുന്നുണ്ട്. അതാണ് കുറച്ചുകൂടെ മുകളിലേക്കുള്ളൊരു വ്യൂ. അത് നോക്കട്ടെ. മരം പിടിക്കുന്നു ഇവിടെ നിന്നിട്ട്. മേഘമെല്ലാം ഇരുണ്ട് മൂടി മഴ പിടിക്കുന്നു. അല്ലാ, മഴ പിടിക്കുന്നു. ഇനി എങ്ങനെ ഇറങ്ങി ഓടും? ഫുൾ നനയും. പെട്ടെന്ന് പോവാം. അപ്പം മഴ പിടിക്കുന്നു, നിറച്ച് മഴയായി. ഓടിക്കോ. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് കയറി ഇറങ്ങി. ഓടി ഇറങ്ങിയെന്നല്ലേ? ഒരു പണിയില്ലായിരുന്നു. നീ നേരത്തെ എന്താ പറഞ്ഞ? തിരിച്ചെത്തിയത് ഭാഗ്യം. മരിച്ചു പോയെന്ന് വിചാരിച്ച്. അയ്യോടാ, കിതച്ചിരുന്നതാ അവിടെ. ഞാൻ കിതച്ച്, അത് നമ്മളുള്ളത് പറയാലല്ലോ. വാർദ്ധക്യത്തിലായി. അപ്പൊ നമുക്ക് ഇവിടെ കണ്ട കുറെ ഷെഡുകളുണ്ട്. ഇത് എന്തിനാണോ എന്തോ ഒരു ഗുണമില്ല. നിസ്കാര മുറിയായിരിക്കുമോ? പിന്നെ ഇത് കൊള്ളാട്ടാ. ഇതൊരു എന്തിനു പറയുന്നത്? വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അതിൽ നിന്ന് മഴ വെള്ളമായിരിക്കും ഇവിടെ വന്ന് നിറയുന്നത്. ഇറങ്ങി നോക്കണം അഫ്സലേ, മുതലേ ഉണ്ടാവും. ഈ വെള്ളം എന്താ ഈ ഓട്ടയിൽ കൂടെ ഒലിച്ചിട്ട് ഇതേ കൂടെ വരും. എടാ, വരുണിൻ്റെ കാറിനകത്ത് ഉണ്ടാവുമോ? ചിലപ്പോൾ കാണാം. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചു പോവാം. ഇതുണ്ട്, നമ്മൾ തിരിച്ചു പോകാൻ ഒരുക്കേണ്ടതാ ഒരു വെള്ളച്ചാട്ടമല്ല, ഈ മഴവെള്ളം ഒഴുകി വരുന്നത്. അതിങ്ങനെ ഒഴുകി ഇതിൽ കൂടി ഇങ്ങനെ പോകും. അപ്പം നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് ഇറക്കി. ഗിയർ ഇട്ടില്ലായിരുന്നു. ഇത് നമുക്ക് പോവാം. ചായ കുടിക്കാൻ നേരത്ത് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. ചായ നമ്മൾ B4 പറയിലാണ് ചായ കുടിക്കാൻ നിർത്തിയത്. പക്ഷേ ദിവസം ഒന്ന് മാറി. അടുത്ത ദിവസം മാറിപ്പോയി. അതാ, ഇന്നലെ നമുക്ക് ഫോൺ ഓഫായി പോയി ചാർജ് ചേർന്നിട്ട്. അതുകൊണ്ട് ഔട്ടർ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് ഔട്ടർ പറയാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. വരുമ്പോൾ വരും. അപ്പം ബൈ.